ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റുകളിൽ കയറുന്ന സമയത്ത് അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ പാസ്വേഡ് ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് കൊടുക്കാതെ തന്നെ പെട്ടെന്ന് ലോഗിൻ ആയിട്ട് കയറുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട്. അവർക്ക് പെട്ടെന്നായി ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് ഇല്ലാത്ത രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിംഗ്സിലാണ് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാനുള്ളത്. സെറ്റിംഗ്സിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. ഈ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്തും വെബ്സൈറ്റിൽ കയറുന്ന സമയത്തും നമ്മുടെ പാസ്വേഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലായ്പ്പോഴും നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ പാസ്വേഡ് ഓട്ടോ ആയിട്ട് ഫില്ലാവുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ അത് മറ്റുള്ള ആളുകൾ ഫോൺ എടുക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്തു വെക്കുന്നത്. എല്ലാവരും ഇത് നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായും ചെയ്തു വെക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഓൾ സർവീസിൽ നമുക്കിവിടെ കാണാം ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഈ ഓട്ടോ ഫില്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫില്ല് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫില്ലിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ സർവീസിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വെബ്സൈറ്റുകളാണെങ്കിലും നമ്മൾ പാസ്വേഡ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് കൊടുക്കേണ്ട കാര്യമില്ല. നേരെ നമുക്ക് ആ സൈറ്റിലേക്കോ അല്ലെങ്കിൽ ആപ്പിലേക്കോ കയറാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ യൂസ് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെബ്സൈറ്റുകളിലും ആപ്പുകളിലും നമുക്ക് കയറാൻ പറ്റും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് പാസ്വേഡ് ഓട്ടോ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് എല്ലാ വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് കയറാം. അതിൻ്റെ പാസ്വേഡ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ സർവീസുകൾ, അതുപോലെ തന്നെ ഇവിടെ പേഴ്സണൽ ഇൻഫോ, അതുപോലെ തന്നെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ, ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഗൂഗിളിൻ്റെ എല്ലാ സർവീസുകളിലും ഗൂഗിൾ പേയ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പാസ്വേഡ് കൊടുക്കാതെ തന്നെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ഓട്ടോ ഫില്ല് കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ ഫോൺ എടുത്ത് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കും ഇത് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഈ ഓട്ടോ ഫില്ല് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ പ്രിഫറൻസസ് കൊടുക്കുക. ആ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷനായിട്ട് നമുക്ക് തമ്പ് കൊടുക്കണം അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് നേരം സ്ക്രീന് കാണാത്തത്. ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഓപ്പൺ ആവുക. ഇവിടെ പ്രിഫറൻസസ് കൊടുത്തിട്ടുണ്ട്. ഓതൻറ്റിക്കേറ്റ് വിത്ത് ബയോമെട്രിക് ബിഫോർ ഫില്ലിംഗ് ഇൻ പേയ്മെൻറ്റ് കാർഡ് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അതുപോലെ തന്നെ അതായത് നമ്മൾ ബാങ്കിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ ഇതിലൊക്കെ നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷനും കൂടി നമ്മളോട് ചോദിക്കും. അതായത് നമുക്ക് നമ്മുടെ തമ്പ് വെച്ചിട്ട് മാത്രമേ ഇനി നമുക്ക് അതിലേക്ക് അല്ലെങ്കിൽ പാസ്വേഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റിയിൽ കയറിയിട്ട് ഈ രണ്ട് കാര്യങ്ങളിലും, അതായത് സെക്യൂരിറ്റിയിൽ കാണുന്ന ഓതൻറ്റിക്കേറ്റ് വിത്ത് ബയോമെട്രിക് ബിഫോർ ഫില്ലിംഗ് എന്നുള്ള അതും ഓൺ ചെയ്ത് വെക്കുക. ഓതൻറ്റിക്കേറ്റ് വിത്ത് ബയോമെട്രിക് ബിഫോർ ഫില്ലിംഗ് ഇൻ പാസ്വേഡ് തന്നെ രണ്ട് കാര്യങ്ങളിലും അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ടിട്ട് നമ്മുടെ വിരലടയാളം വെച്ച് കൊടുത്താലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈറ്റുകളിലേക്ക് ധൈര്യമായിട്ട് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും വെച്ച് പോയിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർ ആ വെബ്സൈറ്റിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്തോ നമുക്ക് ഓട്ടോ ഫില്ല് കൊടുത്താൽ പോലും, ഇപ്പോൾ ഇതിലാണ് നമ്മൾ ഓട്ടോ ഫില്ല് കൊടുക്കുന്നത്, പക്ഷേ ഇവിടെ ഓട്ടോ ഫില്ല് കൊടുത്താൽ പോലും നമ്മുടെ തമ്പ് അവിടെ ചോദിക്കും. അപ്പോൾ നമുക്ക് വളരെ സേഫായിട്ടും സെക്യൂർ ആയിട്ടും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലാണെങ്കിലും ആപ്സിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ബയോമെട്രിക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ തമ്പോ അല്ലെങ്കിൽ പാസ്വേഡോ കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലുള്ള നല്ല ഹൈലി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.